സ്വഹാബികൾ ഇത് പൊളിച്ചില്ല, താബിഈങ്ങൾ പൊളിച്ചില്ല, തബഉ താബിഈങ്ങൾ പൊളിച്ചില്ല, ഉത്തമ നൂറ്റാണ്ടുകാർ പൊളിച്ചില്ല, പിന്നെയുള്ള വലിയ കുബാരികളായ ആലിമീങ്ങൾ പൊളിച്ചില്ല. മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ ശപിക്കപ്പെട്ട ശിഷ്യൻ കേറിയ അന്ന് വിളിച്ചു, സൗദ് കേറിയ അന്ന് വിളിച്ചു. എന്റെ വീക്ഷണപ്രകാരം ബറക്കത്തെടുക്കൽ ശിർക്കാണ്, സ്വഹാബികളുടെ വീക്ഷണപ്രകാരം ബറക്കത്തെടുക്കൽ ഈമാനാണ്. 1818 വഹാബികളെ പൂർണ്ണമായി മുഹമ്മദ് അലി പാഷയും തുർക്കി പട്ടാളവും പുറത്താക്കി. 1806 സൗദ് വന്ന് പൊളിച്ചു. 1818 വഹാബികളെ മക്കയിൽ നിന്ന് പുറത്താക്കി. ഒന്നാമത്തെ സ്റ്റേറ്റിനെ പുറത്താക്കിയത് മഹ്മൂദ് രണ്ടാമന്റെ കാലത്താണ്. അന്ന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അലി പാഷയാണ്. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. 1818 മുതൽ 1839 വരെയുള്ള വർഷങ്ങൾ പുനർനിർമ്മാണത്തിന്റെ വർഷമാണ്. ഇന്ന് മക്കയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം പറയാം. തൊട്ടടുത്ത ദിവസം തന്നെ പറയും ഇൻഷാ അല്ലാഹ്. അള്ളാഹു സഹായിച്ചാൽ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ മക്കയെ പറ്റി നിങ്ങളോട് ആദ്യം പറയും. മക്ക എന്നത് മുഹമ്മദ് മുസ്തഫയുമായി ബന്ധപ്പെട്ടതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനു മുമ്പ് അവിടെ ഒരു മോഹിപ്പിക്കാവുന്ന ഒന്നുമില്ല. BC 1822 സയ്യിദ് ഇബ്രാഹിം അലൈഹിസ്സലാം വഫാത്താവുന്നത്. BC 1822. അന്ന് ആ മണ്ണിനെ പറ്റി പറഞ്ഞത് ബിവാദിൻ ഓയിരി എന്ന ഒരു പുല്ല് മുളക്കാത്ത ഭൂമിയാണ്. അന്ന് ആ മണ്ണിനെ പറ്റി പറഞ്ഞു സയ്യിദ് ഇബ്രാഹിം അലൈഹിസ്സലാം. AD 571 പുണ്യ റസൂൽ ജനിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് വലിയ ഒരു ചരിത്രമൊന്നും അതിനില്ല. ഇടയ്ക്ക് ജുർഹും ഗോത്രവും മറ്റുമൊക്കെ അവിടെ വന്നുകൂടിയിട്ടുണ്ട്. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹനായ ഖുസൈ ഇബ്നു കിലാബിന്റെ കാലം മുതലാണ് അവിടെ ഒരു നാഗരിക ചരിത്രം എന്ന് പറയാമെങ്കിൽ ആരംഭിക്കുന്നത്. അത്രയേ ഉള്ളൂ. അതിനെല്ലാം മുമ്പ് ചില നുറുങ്ങുകളായ അഡ്വാൻസ്ഡ് സിവിലൈസേഷൻസ് അത്ര മാത്രമേ ഉള്ളൂ. ഖുസൈ ഇബ്നു കിലാബാണ് മക്കയെ ഒരു നഗരമാക്കാൻ തുടങ്ങുന്നത്. എന്നിട്ടും അവിടെ ഒന്നുമില്ല. ഞാനതിന് ഒരു ഉദാഹരണം പറയാം. BC 356 അലക്സാണ്ടർ ജനിക്കുന്നത്. BC 356. BC 332 അദ്ദേഹം ബോസ്ഫറസ് കടലും കടന്ന് നേരെ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കിടക്കുന്നു. BC 332. BC 356 അലക്സാണ്ടറുടെ ജനനം. അച്ഛൻ മരിച്ചപ്പോൾ 17-ാമത്തെ വയസ്സിൽ ചക്രവർത്തിയായി. പിന്നെ അദ്ദേഹം ലോകം വെട്ടിപ്പിടിക്കാൻ ഇറങ്ങി. BC 332 ബോസ്ഫറസ് കടലിൽ കടന്നു നേരെ അനറ്റോളിൽ വന്നു. അനറ്റോൾ വഴി പിന്നെ ഈ ചക്രവർത്തി, ഈ വില്ലാളി വീരനായ ചക്രവർത്തി നേരെ സിറിയയിൽ പ്രവേശിച്ചു. സിറിയയിൽ നേരെ ഗാസ മുനമ്പിലേക്ക് പോയി. ഗാസ മുനമ്പിൽ നിന്ന് അദ്ദേഹം നേരെ സീനായ് മരുഭൂമിയിൽ കടന്നു. അവിടുന്ന് ഈജിപ്തിലേക്ക് പോയി. ഈ ഏരിയൊക്കെ വെട്ടിപ്പിടിച്ച് ഇങ്ങനെ പോവാ. ഈജിപ്തിൽ നിന്ന് അദ്ദേഹം വീണ്ടും ഗാസയിലേക്ക് തിരിച്ചു വന്നു. ഗാസയിൽ നിന്ന് വീണ്ടും അദ്ദേഹം സിറിയയിലേക്ക് പോയി. സിറിയയിൽ നിന്ന് ബഗ്ദാദിലേക്ക് പോയി. ബഗ്ദാദിലായിരിക്കുമ്പോൾ മരിച്ചു. BC 300. അതിനിടയിൽ അദ്ദേഹം നേരെ ഖുറാസാനും കടന്ന് നേരെ ഇന്ത്യയിൽ പ്രവേശിച്ചു. ഇന്ത്യയിൽ അന്ന് പോറസാണ് ചക്രവർത്തി. പിടിച്ചടക്കിയെങ്കിലും ഇന്ത്യ പോറസിനെ തന്നെ തിരിച്ചു കൊടുത്ത് തിരിച്ചുപോയി. പിന്നെ ബഗ്ദാദിൽ പോയി. ബഗ്ദാദിൽ നിന്ന് രോഗിയായി മരിച്ചു. അമിതമായി മദ്യപിച്ച് മരിച്ചു. ഇതാണ് പ്രധാനപ്പെട്ട കാരണം. ഈ ഒരു യാത്രക്കിടയിൽ ഹിജാസിന്റെ പരിസരത്തൂടെ പലതവണ ഈ മനുഷ്യൻ വരുന്നുണ്ട്. ഒരു തവണ പോലും ഈ മനുഷ്യൻ ഹിജാസ് ആക്രമിക്കുന്നില്ല. എന്തുകൊണ്ട്? അങ്ങനെ ഒരു വെല്ലാളി വീരനായ ഒരു രാജാവിനെ മോഹിപ്പിക്കാവുന്ന ഒരു സാധനവും മക്കയിലില്ല എന്നതാണ് കാരണം. ഒന്നുമില്ല. പുറത്തുനിന്ന് വല്ലതും കിട്ടിയാലോ വല്ല കച്ചവടമൊക്കെ ചെയ്ത് കിട്ടിയാൽ അവർ ഉപജീവനം നടത്തും. അത്രയേ ഉള്ളൂ. ദാരിദ്ര്യം കൊടുകുത്തിവാണതിലേക്ക് ചില സൂചനയുണ്ടല്ലോ പരിശുദ്ധ ഖുർആൻ ഷരീഫിൽ തന്നെ. ലഇലാഫി ഖുറൈശിൻ ഇലാഫിഹിം റഹ്ലത ശിതാഇ വസ്സൈഫ് ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്തില്ലദീ അത്അമഹും മിൻ ജൂ. വിശപ്പിൽ നിന്ന് ഭക്ഷണം കൊടുത്തിട്ടേ ഉള്ളൂ. അങ്ങനെ നിറയാവുന്ന ഭക്ഷണവും അവർക്ക് ആ കാലത്തില്ല. അത്അമഹും മിൻ ജൂ ആണ്, ശുബാനല്ല, വയറ് നിറയലില്ല. അങ്ങനെ ഒരു കാലമൊന്നും അവർക്ക് അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. മോഹിപ്പിക്കാവുന്ന ഒന്നും ആ മണ്ണിലില്ല. ഇല്ലെങ്കിൽ ഒരു മോഹിക്കാവുന്ന നഗരവും അലക്സാണ്ടർ ഉപേക്ഷിച്ചിട്ടില്ല. ഈ ഒരു ചരിത്ര വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറയുന്നത് ഇങ്ങനെ കൊണ്ടു നടക്കാം അയാൾക്ക് മനസ്സിൽ.
BC 332 നേരെ ബോസ്ഫറസും കടന്ന് അനറ്റോളിയയിൽ, തുർക്കിയിൽ കയറി അനറ്റോളിയയിൽ വഴി സിറിയയിൽ വന്നു, ഗാസയിലേക്ക് പോയി, സിനായ് മരുഭൂമിയിൽ വന്നു, പിന്നെ അവിടെ നിന്ന് നേരെ ഈജിപ്തിൽ പോയി, ഈജിപ്തിൽ നിന്ന് വീണ്ടും സിനായ് മരുഭൂമിയിൽ വന്നു, പിന്നെ നേരെ ഗാസയിലേക്ക്. ഈ ഒരു സമയത്ത് അദ്ദേഹം ഹിജാസിന്റെ പരിസരത്തൂടെ പല തവണ കടന്നു പോകുന്നു. എന്നാലോ ഒരു തവണ പോലും ഹിജാസിലേക്ക് തിരിഞ്ഞൊക്കെയില്ല, ഒന്നുമില്ല. അപ്പോൾ ഹിജാസിനെ ഒരു ചരിത്രം കൊണ്ടുവന്നത് മുഹമ്മദ് മുസ്തഫയാണ്. 571 ജനനം. സത്യത്തിൽ അബ്രഹത്ത് പോലും ഹിജാസിലേക്ക് വന്നത് ഹിജാസിനെ മോഷ്ടിക്കാനല്ല. 2200 കിലോമീറ്ററുള്ള യമൻ മുതൽ മെഡിറ്ററേനിയൻ വരെ നീണ്ടു കിടക്കുന്ന പ്രവിശാലമായ ഒരു വഴിയുണ്ട്. ആ വഴിയിൽ ആധിപത്യം സ്ഥാപിച്ചാൽ ഏഷ്യയുടെയും യൂറോപ്പിന്റെയും ഇടയിലുള്ള കച്ചവടം അവർക്ക് സ്വന്തമാക്കാം എന്നതായിരുന്നു ദുഷ്ടലാക്ക്. അതൊക്കെ വലിയ ചരിത്രമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നില്ല. ഒന്നുമില്ല മക്കാരുടെ കയ്യിലന്ന്, ഒന്നുമില്ല. അപ്പോൾ മക്കയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ അത് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കൾക്കൊരു നാഗരിക ചരിത്രം തുടങ്ങുന്നത് AD 571 കൂടി മാത്രമാണ്. അപ്പോൾ മക്ക എന്ന നഗരത്തെ സംരക്ഷിക്കുന്നത് മുഹമ്മദിയത്തിനെ സംരക്ഷിക്കുന്നത് പോലെയാണ്. മക്കയെ തകർക്കുന്നത് മുഹമ്മദിയത്തിനെ തകർക്കലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. യാതൊരു സംശയമില്ല. പുണ്യ മുഹമ്മദ് മുസ്തഫ മക്കയിലെ ഒരു ചരിത്രശേഷിപ്പിനെ ഒരാൾ തകർക്കുക എന്നാൽ അത് ഹബീബ റസൂലുള്ളാഹിന്റെ റൂഹിന് വിട്ടാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ നബിയുടെ റൂഹിന് വിട്ടു. ഹബീബ നബിയാണ് മക്കയിൽ ഒരു നബിയെ ജനിച്ചിട്ടുള്ളൂ, അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ നബി ജനിച്ചിട്ടില്ല. ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. ربنا وابعث فيهم رسولا. أمهاനായ റസൂലിനെ ഈ മണ്ണിൽ നീ അയക്കണം. ഈ മണ്ണിൽ ആ മനുഷ്യന് നീ ദൗത്യം നൽകണം. വേറെ ഒരു നബി മക്കയിൽ ജനിച്ചിട്ടില്ല. ഇബ്രാഹിം നബി മക്കക്കാരനല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അടിസ്ഥാനപരമായി ജന്മം കൊണ്ട് ബാബിലോണിയക്കാരനാണ്. എന്നാൽ കർമ്മം കൊണ്ട് അവർ ഫലസ്തീനിയ, അല്ലെങ്കിൽ ജെറൂസലേമിയ, അല്ലെങ്കിൽ ഹിബ്രോണിലാണ്, ഖലീലിലാണ്. സയ്യിദ് ഇസ്മായിൽ മക്കക്കാരനല്ല, മുസ്താറബ, പിന്നീട് കൊണ്ടുവന്നത് മക്കയിലേക്ക്. മക്കയിൽ ജനിച്ചിട്ടില്ല സയ്യിദ് ഇസ്മായിൽ. സയ്യിദ് ഇസ്മായിൽ വളരെ ചിന്തിക്കണം. ഇസ്മായിൽ നബി മക്കയിൽ ജനിച്ചാണല്ലോ. മക്ക എന്നത് ഖൈറുൽ ബിലാദി ഇലല്ലാഹ്, അത് ഖൈറുൽ ഇബാദി ഇലല്ലാഹ്. മക്ക എന്ന് പറഞ്ഞാൽ ഖൈറുൽ ബിലാദി ഇലല്ലാഹ്, അത് ഖൈറുൽ ഇബാദി ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമക്കുള്ളതാണ് മുഹമ്മദ് മുസ്തഫ. ഈ ഒരു ബോധം ഏത് കാലത്തും മക്കക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. മുസ്തഫ നബി കാലത്തും ശേഷവും, മുസ്തഫ നബിയുടെ കാലത്തുണ്ട്, ശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നാഗരികതയും ആ അടയാളത്തെ നശിപ്പിക്കുന്ന ഒരു നാഗരികതയും അവർ നടത്തിയിട്ടില്ല, അമവികൾ നടത്തിയിട്ടില്ല. സയ്യിദുനാ മുആവിയ റളിയല്ലാഹു അൻഹു കെട്ടിടങ്ങൾ ഉണ്ടാക്കാനൊക്കെ വലിയ തൽപരനായിരുന്നു. പക്ഷേ മക്കയുടെ ഒരു അഥറും നശിപ്പിച്ചൊന്നും മഹാനായ സയ്യിദുനാ മുആവിയ ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുമാ അല്ലാഹുവിന്റെ ദർജകളെ ഏറ്റി കൊടുക്കുകയും അവരെ ഹക്ക് കൊണ്ട് നമ്മെ വിജയിപ്പിക്കുകയും ചെയ്യട്ടെ. ആ മഹാൻ ചെയ്തിട്ടില്ല. വളരെ ചിന്തിക്കണം. പിന്നെ ആകെ ചെയ്തത് യസീദിന്റെ ഒരു പട്ടാളമാണ്. തുടക്കത്തിൽ മക്കയെ ആക്രമിച്ചു, പക്ഷെ കുരുത്തക്കേട് സംഭവിച്ചു. മക്കയെ ആക്രമിച്ചപ്പോഴത്തിന് യസീദ് മരിച്ചുപോയി. അതുകൊണ്ട് പട്ടാളം തിരിച്ചു. പിന്നെ വന്നതാരാ? പിന്നെ ആക്രമിക്കാൻ വന്നത് ഹജ്ജാജ് ഇബ്നു യൂസുഫാ. ഹജ്ജാജ് ഇബ്നു യൂസുഫും പല കൊലപാതകവും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും അസറുൻ നബിയിൽ മുസ്തഫ ഉറക്കെ സാധാറുൻ നബിയിൽ മുസ്തഫ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആസാർ തൊട്ട് കളിച്ചിട്ടില്ല. പിന്നെ ആരാ? പിന്നെ അബ്ബാസികളാണ്, അവരും തൊട്ട് കളിച്ചിട്ടില്ല.
പിന്നെ ആരാ? പിന്നെ ഫാത്തിമികളാ, അവരും തൊട്ടുവെച്ചിട്ട്. പിന്നെയോ പിന്നെ മംലൂക്കികളാ, അവരും മക്കയിലെ ഒരു ആസറും തൊട്ട് കളിച്ചിട്ടില്ല. പിന്നെ ആരാ? പിന്നെ അതിനിടയിൽ മംലൂക്കികൾക്ക് ശേഷം അയ്യൂബികളാ, അവരൊന്നും ചെയ്തിട്ടില്ല. അയ്യൂബികള് അതിനുശേഷം വരുന്നത് ഉസ്മാനി ഖിലാഫത്താണ്. അവരും വലിയ വലിയ സാരസകലകളുടെ ചക്രവർത്തിമാരാണ്. ലോകത്തിന്റെ നാനാഭാഗത്തും വലിയ ഉന്നതമായ നഗരവൽക്കരണങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷെ മക്കയിൽ ഒരു കല്ല് തൊടുന്നത് പോലും അവർക്ക് പേടിയായിരുന്നു. എന്തുകൊണ്ട്? മക്ക എന്ന് പറഞ്ഞ റസൂലുള്ളാഹിന്റെ മണ്ണാണ്, മുത്ത് മുഹമ്മദ് മുസ്തഫ. അവിടുത്തെ അസർ ഒന്നും നശിപ്പിക്കാൻ പാടില്ല. അത് ഹബീബിൻ്റെതാണ്, അത് ഹബീബിന്റെ സാന്നിധ്യമാണ്, സാന്നിധ്യമാണ്. അവിടെ ഒരു കല്ല് നഷ്ടപ്പെട്ടാൽ അത് പുണ്യ റസൂലുള്ളാഹിന്റെ ശഖ്സിയത്തിനെ ചോദ്യം ചെയ്യുന്ന ആളുകൾ പിന്നീട് വരും. എന്നാൽ ഇന്നത്തെ അവസ്ഥ 926 അബ്ദുൽ അസീസ് വരുന്നത് വരെയും മക്ക പുണ്യ റസൂലുള്ളാഹിന്റെ കാലം പോലെ നിലനിന്നിട്ടുണ്ട്. അവരൊന്നും മായിച്ചിട്ടില്ല, അതിൻ്റെ ഒരു ഭംഗിയിൽ നിലനിർത്തിയിട്ടുണ്ട്. എല്ലാ പള്ളികളും, എത്ര മസ്ജിദ്, എത്ര മസാജിദാണ്. ഞാൻ ഈ ചരിത്രം പഠിക്കുമ്പോൾ ഇരുന്ന് കരിഞ്ഞുപോയി. എന്താ കരയാനുള്ള കാരണം എന്ന് പഠിച്ചോനെ, റബ്ബേ നീ എന്നെ ഒരു 500 കൊല്ലം മുമ്പ് ജനിപ്പിച്ചില്ലല്ലോ എന്നോർത്ത്. എന്തുകൊണ്ട്? നമ്മൾ ഈ കാണുന്ന മക്കയൊന്നുമല്ല യഥാർത്ഥത്തിൽ മക്ക, അതൊരു വല്ലാത്ത മക്കയാണ്. ഇന്നിപ്പോൾ നമുക്ക് മക്കയിൽ പോയി ആ ഉംറ ചെയ്ത് വീട്ടിൽ റൂമിൽ വന്നിരിക്കുക, വേറെ പണിയൊന്നുമില്ല. അന്ന് അങ്ങനെയല്ല. സൗകര്യപ്പെട്ടവന്ന് ഇറാഖുയിൽ പോകാത്ത ഓർ പോയി, അത്രയേ ഉള്ളൂ. അന്ന് അങ്ങനെയല്ല. അന്ന് ഒരാളൊരു കൊല്ലം മക്കയിൽ താമസിച്ചാൽ പൂർത്തിയില്ല. എന്തുകൊണ്ട്? അത്രയും ബർക്കത്തിന്റെ സ്ഥലങ്ങളാണ്. ഏതുവരെ? 1926 വരെ നിലനിന്നു. വഹാബികൾ നശിപ്പിച്ചു, അടിച്ച് തൊട്ടച്ച് നശിപ്പിച്ചു, 100% നശിപ്പിച്ചു, 100%. എന്തിനാണ് ഇവർ ചെയ്തത് എന്ന് നമുക്കൊരു പിടുത്തം കിട്ടില്ല. അവരാരോ മിസ്ലീഡ് ചെയ്തിട്ടുണ്ട്, അവരാരോ പിന്നിൽ കളിച്ചിട്ടുണ്ട്, അവരാർക്കു വേണ്ടിയോ ചെയ്തതാണ്. അത് പുണ്യ റസൂൽ പറഞ്ഞല്ലോ, അവരവരുടേതല്ല, അവർ ആർക്കോ വേണ്ടി പണിയെടുക്കും, അവർ പിശാചിന്റെ ആളുകളായിരിക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയത് കൃത്യമാണ്. വളരെ ചിന്തിക്കണം. ഇത് നിങ്ങൾ ഹൃദയം കൊണ്ട് കേൾക്കണം. ഞാൻ ഈ പറയുന്നത് ഞാൻ മനസ്സിന്റെ വേദന കൊണ്ട് പറയാം. എങ്ങനെ വേദനിക്കാറുണ്ട്, ഈ ചരിത്രം പഠിക്കുമ്പോഴൊക്കെ വേദനിക്കും. രാത്രിയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും, പഠിച്ചോനെ ആ മക്ക എൻ്റെ ഒരു ചോർക്കയിൽ, സ്വർഗത്തിൽ നമുക്ക് എത്താൻ കഴിയും. പക്ഷെ മക്കയിൽ തിരിച്ചെത്താൻ കഴിയും, സ്വർഗത്തിലെത്താൻ കഴിയും. സ്വർഗം അല്ലാഹു നമുക്ക് പഠിച്ചു. പക്ഷെ മക്ക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമുക്ക് നടക്കുന്നത് കാണാൻ കഴിയില്ല. എന്തൊരു മക്കയെന്നും നമ്മൾ വിചാരിച്ചു. എല്ലാമാണ് ഉണ്ടായിരുന്നത്, അതെല്ലാം നശിപ്പിച്ചു. 98% എന്നല്ല 100% നശിപ്പിച്ചു കഴിഞ്ഞു എന്ന് ലോകം മുഴുവനും ഇന്ന് മുദ്ര അടിച്ചിരിക്കുകയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചതിന് യാതൊരു അടയാളവും ഇന്ന് മക്കയിലും ഇല്ല, മദീനയിലും ഇല്ല. ഇതിലെ വലിയൊരു ഗൗരവമായ കാര്യം നിങ്ങൾ കേൾക്കേണ്ടത്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു മനുഷ്യൻ ജീവിച്ചിട്ടില്ല എന്ന് വാദിക്കുന്ന ചില ഓറിയന്റലിസ്റ്റുകൾ ഇന്നുണ്ട്. ചില മൂവ്മെന്റുകൾ, ആ മൂവ്മെന്റുകൾ എന്താ? മുഹമ്മദിന് നാടോടിക്കടയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് എന്നൊരാൾ ജീവിച്ചിട്ടില്ല. നിങ്ങൾ തലേക്കൊന്ന് കേട്ടണം കേട്ടോ. ഈ അടുത്ത കാലഘട്ടത്തിൽ മുസ്ലിമായ ചില ഇംഗ്ലീഷ് ചിന്തകന്മാർ മുഹമ്മദ് ഒരു നാടോടിക്കടയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് എന്നൊരാൾ ജീവിച്ചതിന് ഒരടയാളവും ഇന്ന് ഭൂമിയിലില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വെച്ചിട്ടുണ്ട്, പുസ്തകം എഴുതിയിട്ടുണ്ട്. ഞാൻ പിന്നീട് പറയാം, ഒക്കെ സത്യമാണ്, എല്ലാം കാണിച്ചിരിക്കും. ഇതിനെല്ലാം കാരണക്കാരൻ ആ കള്ളനായ അബ്ദുൽ അസീസ്. അയാൾ ചെയ്ത ക്രൂരതകൾക്ക് കണക്കില്ല. അയാളാണ് വഹാബിയത്തിന്റെ 2ാം സ്റ്റേറ്റിന്റെ സംസ്ഥാപകനായ മുജദ്ദിദ്. 1ാം കാലത്തും അവർ നശിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ വീണ്ടും തുർക്കികൾ പുനർനിർമ്മിച്ചു, പിന്നെ നശിപ്പിച്ചു. നിങ്ങളെ ചിന്തിക്കണം. ഒന്ന് പറയാം, ഒന്ന് ബൈത്ത് മൗലിദിൻ നബിയിൽ മുസ്തഫ, ഒന്ന് പുണ്യ റസൂൽ ജനിച്ച വീട് തന്നെ. ഇതിലൊന്ന് പറയാ, അത് പുണ്യ റസൂൽ ജനിച്ച വീടാ. ആ വീട് ഇന്നില്ല, ഒന്നുമില്ല. 1300 കൊല്ലം വളരെ ഭംഗിയായി നിലനിൽക്കുകയും അത് പള്ളിയായി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് വീട് ഇല്ല, വീടേ ഇല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് എന്നാൽ നിങ്ങൾ ചിന്തിക്കണം.
അത് അബ്ദുൽ മുത്തലിബിന്റെ കയ്യിൽ നിന്ന് പിതാവ് അബ്ദുള്ള എന്ന മഹാന് ലഭിച്ചതാണ്. ഹബീബ റസൂലുള്ളാഹിയുടെ ഉപ്പാക്ക് കുടുംബ സ്വത്തായി കിട്ടിയതാണ് ആ വീട്. ആ വീടിലാണ് പുണ്യ റസൂൽ ജനിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വീടിന്റെ ഒരു 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 അതിന്റെ ഒരു പ്ലാൻ ഞാൻ കാണിക്കാം. ഒന്ന് കാണിക്കൂ പ്ലീസ്. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു. ചെറിയൊരു വീടാണ് അതന്നെ. അത് ഹബീബ നബിയുടെ വീടിന്റെ പ്ലാനാണ്, ബേസ്മെന്റ് പ്ലാനാണത്. നേരെ ഒരു മെയിൻ എൻട്രൻസ്, ആ മെയിൻ എൻട്രൻസിൽ കടന്നാൽ പിന്നെ ഒരു മെയിൻ ലിവിങ് ഏരിയ ആണ്, ഒരു വിശാലമായ ഒരു ഹാള്, പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെ ഇരിക്കാനുള്ളത്. ആ ലിവിംഗ് റൂമിൽ നിന്ന് നേരെ അങ്ങോട്ട് കയറുന്നത് ഉറൂഫത്ത് മൗലിദ് നബി മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വീടാണ്. കണ്ടില്ലേ കണ്ടില്ലേ കണ്ടില്ലേ? ഇത് ഈ ഭാഗത്തുള്ള ഇതന്നെ, ഈ ഭാഗത്ത് നേരെ മെയിൻ എൻട്രൻസ് കയറിയിട്ട് നേരെ മെയിൻ ഹാളിലേക്ക്. മെയിൻ ഹാളിന്റെ മധ്യഭാഗത്ത് നിന്ന് ഒരു ഇങ്ങോട്ടൊരു വഴി കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ? അതാണ് ഉറൂഫത്ത് മൗലിദ് നബി മുസ്തഫ. അത് അവിടെയാണ് ഹബീബ് ജനിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മത്തുൽ ആലമീൻ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. റഹ്മത്തുൽ ലിൽ ആലമീൻ ജനിച്ചത്. പിൽക്കാലഘട്ടത്തിൽ അവരെ വെള്ളി കെട്ടിയിരുന്നു, അത് സ്വർണം കൊണ്ട് അലങ്കരിച്ചിരുന്നു. ആ പ്രസവിച്ച് വീണ സ്ഥലത്ത് വെള്ളി കൊണ്ട് അലങ്കരിച്ചിരുന്നു. മസ്ഖത്തുൻ നബിയിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ റസൂലുള്ളാഹി പ്രസവിച്ച് വീണ ആ ഒരു സ്ഥലം അവിടെ മുഹല്ല ബിൽ ഫില്ല വെള്ളി കെട്ടി അലങ്കരിച്ചിരുന്നു. ആ ഒരു ഹബീബ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച് വീണ കണക്കാക്കപ്പെടുന്ന സ്ഥലത്ത് അവിടെ നടന്ന നന്മകൾക്ക് കൈ കണക്കുകയില്ല. അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാക്ക് കിട്ടിയത്. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടാണ് ഉപ്പ മരിക്കുന്നത്. പിന്നെ ആമിന ബീവി റളിയല്ലാഹു അൻഹ ഹബീബിനെ പ്രസവിച്ചപ്പോൾ ആ പ്രസവ സമയത്ത് മലക്കുകൾ വന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് കിതാബുകളിൽ ആ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഈ വീട്ടിലേക്കാണ്. ഒന്നുകൂടെ ആ പ്ലാൻ കാണിക്ക്. ആ വീട്ടിലേക്കാണ് മലക്കുകൾ വന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രായീൽ, മഹാനായ സയ്യിദുനാ ഇബ്രാഹിം, മഹാനായ സയ്യിദുനാ മൂസ, ഇങ്ങനെ ഒരുപാട് മഹത്തുക്കളായ മലായികത്തും അമ്പിയാക്കളും ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹാ വളരെ ചിന്തിക്കണം. ആമിന ബീവി കുഞ്ഞിനെ പ്രസവിച്ചു. പിന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിച്ച വെച്ച് വളർന്നത് ഈ വീട്ടിലാണ്. റഹ്മത്തുൽ ആലമീൻ കുഞ്ഞിക്കാലൂട്ടി ആ വീട്ടിലാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ എങ്ങനെയാണ് നിസ്സാരാക്കാൻ കഴിയുക? അതെങ്ങനെയാണ് നിസ്സാരാക്കുക? മൗലിദ് നിങ്ങൾ ഓതണ്ട, പക്ഷെ നിങ്ങൾ നശിപ്പിച്ചത് എന്ത്? മൗലിദ് ഓതണ്ട, അത് നിങ്ങളുടെ ഇഷ്ടം, പക്ഷെ നിങ്ങൾ നശിപ്പിച്ചത്. മുഅ്മിനീങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 6ാമത്തെ വയസ്സിൽ ഉമ്മ ആമിന റളിയല്ലാഹു അൻഹ വഫാത്തായി. പിന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിചാരികയും താമസിച്ചിരുന്നതും ആ വീട്ടിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 25 വയസ്സാകുന്നത് വരെ, അഥവാ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുന്നത് വരെ സ്ഥിരമായി താമസിച്ചിരുന്നത് ഈ വീട്ടിലാണ്. സ്ഥിരം ആ വീട്ടിലേക്ക്. ആ വീടിന് ഒരു കേടുപാടും ആരും വരുത്തിയില്ല. എല്ലാവരും അബ്ദുൽ മുത്തലിബിന്റെ കാലത്ത്, പിന്നെ അബൂ താലിബ് എന്നവരുടെ എല്ലാ കാലത്തും അത് നിലനിർത്തി. പുണ്യ റസൂൽ അവിടെ ജീവിച്ച് വളർന്ന് യുവാവായി. അതേ റസൂലുള്ളാഹിന്റെ വീട്, പുണ്യ റസൂൽ മുസ്തഫ അവിടെ വളർന്നു. പിൽക്കാലഘട്ടത്തിൽ അബൂ താലിബ് എന്നവരുടെ സംരക്ഷണത്തിലായപ്പോഴും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് തന്നെയായിരുന്നു. അത് പൊന്നുപോലെ തന്റെ പാപ്പാന്റെ മുതലായി ഹബീബ് സംരക്ഷിച്ചിരുന്നു. ഏതുവരെ? ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ കല്യാണം കഴിക്കുന്നത് വരെ. ഖദീജ ബീവിയെ കല്യാണം കഴിച്ചതിന് ശേഷം പുതിയ ഒരു വീട് വാങ്ങി. അത് പിന്നീട് സൗകര്യപ്പെട്ടാൽ പറയും. ഈ വീട്ടിൽ താമസിച്ചു. അവിടെ എങ്ങനെ താമസിച്ചു ഒന്നും പുണ്യ മുഹമ്മദ് മുസ്തഫ
ഹബീബിന്റെ 53-ാമത്തെ വയസ്സിൽ ഹിജ്റ പോകുന്നത് വരെ ഹിജ്റ പോയപ്പോൾ തന്റെ അനുജനായ അഖീൽ ഇബ്നു അബീ ത്വാലിബിന് ഇത് ഹബീബ നബി കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. മജ്ജാനൻ ഹദിയായി കൊടുത്തു. പിന്നെ അഖീൽ ഇബ്നു അബീ ത്വാലിബിന്റെ കയ്യിലാണ്. അഖീൽ ഇബ്നു അബീ ത്വാലിബിനെ അറിയില്ലേ? അഖീൽ ഇബ്നു അബീ ത്വാലിബ് എന്നാൽ അബൂ ത്വാലിബിന്റെ മോനാണ്. അതായത് അലി റളിയല്ലാഹു അൻഹുവിനെയും ജഅഫർ റളിയല്ലാഹു അൻഹുവിനെയും ഒക്കെ ഇക്കാക്ക. മാത്രമല്ല അഖീലിനെ ഇഷ്ടമായിരുന്നു. ആർക്ക്? ബഹുമാനപ്പെട്ട അഖീലിന് വലിയ ഇഷ്ടം. പിൽക്കാലത്ത് അഖീൽ മുസ്ലിം ആയിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. ഇഷ്ടമായിരുന്നു അബൂ ത്വാലിബ് എന്നവർക്ക്. ഈ അഖീലിന് അബൂ ത്വാലിബ് എന്നവർക്ക് വലിയ ഇഷ്ടമായിരുന്നു അഖീലിന്. ആ അഖീലിന് ഹിജ്റ പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിക്ക് ഏതായാലും വേറെ വീടും ഉണ്ട്. ഹിജ്റ പോയപ്പോൾ അപ്പോഴും റസൂലുള്ളാഹിക്ക് 2 വീടുണ്ട്. ഹിജ്റ പോകുന്ന ആ സമയം വരെയും 2 വീടുണ്ട്. ഒന്ന് പിന്നീട് വിലക്ക് വാങ്ങിയൊരു വീടുണ്ട്. പിന്നെ അടിസ്ഥാനപരമായി ഈ വീടുണ്ട്. ഈ വീട് വിറ്റിട്ടില്ല, കൈമാറിയിട്ടുള്ള ഹിജ്റ പോകുന്നത് വരെ. എന്തുകൊണ്ട്? ഉമ്മ താമസിച്ച് മരിച്ച വീടാ. ബാപ്പ ഇവിടുന്ന് പോയിട്ടാ മരിച്ചിട്ടുള്ളത് യാത്രക്കിടയിൽ. അറിയില്ലേ? താൻ പിച്ച വെച്ച് വളർന്നതും ആ വീട്ടിലാണ് എന്ന് മാത്രമല്ല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങൾ ആ വീട്ടിലാണ്, ഒരുപാട് ഓർമ്മകൾ ആ വീട്ടിലാണ്. എല്ലാം ഓർക്കുമ്പോഴത്തിന് ജീവിതത്തിന്റെ ഉമ്മയോടുകൂടിയുള്ള ജീവിതങ്ങളൊക്കെ ഓർക്കുമ്പോഴത്തിന് കരഞ്ഞു പോകുന്ന ആളായിരുന്നു ഹബീബ്. ഉമ്മയുമായുള്ള ജീവിതമൊക്കെ ഓർത്ത് പലപ്പോഴും കരഞ്ഞ സന്ദർഭങ്ങൾ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഒക്കെ അവിടെ ഹിജ്റ പോയപ്പോൾ മജ്ജാൻ നൽകി, വിലക്ക് വിറ്റതല്ല, വെറുതെ കൊടുത്തു. ആർക്ക് കൊടുത്തു? അഖീൽ ഇബ്നു അബീ ത്വാലിബിന് കൊടുത്തു. പിന്നെ മക്ക ഫതഹിന്റെ ദിവസം ഹബീബ നബി തിരിച്ചു വരുമ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട്, അയിന തസ്കുനു യാ റസൂലല്ലാഹ്. അപ്പോൾ റസൂലുള്ളാഹി ഇങ്ങനെ ഒരു തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഹൽ ബഖിയ ലി അഖീൽ മിൻ ളിദ്ദിൻ. അഖീലിന്റെ അടുക്കൽ വല്ല തണലുണ്ടാവുമോ? മനസ്സിലായില്ല. നല്ല രസമുള്ള ചോദ്യം. മനസ്സിലായില്ല. റസൂലുള്ളാഹി മക്ക ഫതഹിന് ഹിജ്റയുടെ 8-ാം വർഷം മക്ക ഫതഹിന് തിരിച്ചു വരുന്നുണ്ട്. ആ തിരിച്ചു വരുമ്പോൾ ആരെ ചോദിക്കുന്നുണ്ട്? രാത്രിയാകുമ്പോൾ അയിന തസ്കുനു യാ റസൂലല്ലാഹ്, നബി നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഹൽ ബഖിയ ലി അഖീൽ മിൻ ളിദ്ദിൻ. അഖീൽ വല്ല തണുപ്പും നമുക്ക് തരുവാവോ? നല്ല രസകരമായ ചോദ്യം. നബി എന്നെ വെറുതെ കൊടുത്തതാണ്. അപ്പൊ അഖീലിൽ നിന്ന് നാട്ടി വിടൂലായിരിക്കും. അങ്ങനെ കണ്ടല്ലോ, നല്ലൊരു നല്ല വാക്കാണ്. هل بقي لي عند عقيل من ظل നബിയെ അയിന തസ്കുനു യാ റസൂലല്ലാഹ്, നബി അങ്ങ് എവിടെയാണ് താമസിക്കുവാൻ ചോദിച്ചപ്പോൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഹൽ ബഖിയ ലി അഖീൽ മിൻ ളില്ലിൻ, അഖീൽ എനിക്ക് വല്ല തണലും തരുമോ ആവോ? അഖീലിന്റെ അടുത്തൊരു തണലുണ്ടാവൂലേ, എന്റെ പേരല്ലേ എന്ന അർത്ഥത്തിൽ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖീൽ എന്ത് ചെയ്ത്? അഖീൽ പൊന്നു പോലെ ആ വീട് സംരക്ഷിച്ചു. അഖീലിന് ശേഷം അഖീലിന്റെ മകൻ സ്വന്തമാക്കി. അഖീലിന്റെ മകൻ ഒരു മണ്ണിന്റെ കൂടാണെങ്കിൽ പോലും 1,00,000 ദിർഹമിനെ അത് മുഹമ്മദ് ഇബ്നു യൂസുഫ് എന്ന ധനാഢ്യന് വിറ്റു. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ സഹോദരനായിരുന്നു എന്നും പ്രധാനപ്പെട്ട അഭിപ്രായം. 1,00,000 ദിർഹമിന് അന്ന് 1,00,000 ദിർഹമിന് അന്ന് 1,00,000 ദിർഹമിന് വിൽക്കെന്ന് പറഞ്ഞാൽ അതൊരു സംഭവമല്ല. എന്തുകൊണ്ട്? വീട്ടിന്റെ വില എത്ര ഉണ്ട്? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഓരോന്നിനും അങ്ങനെയാണ്. അതിന്റെ വില എത്രയാണ്? അത് ഹബീബിന്റെ മണ്ണാണ്. പുണ്യ മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ, പുണ്യ മുഹമ്മദ് മുസ്തഫ. അഖീലിന്റെ കുടുംബം പിന്നീട് അത് മുഹമ്മദ് ബിൻ യൂസുഫിന് വിറ്റു 1,00,000 ദിർഹമിന്. അയാളും അത് സംരക്ഷിച്ചുകൊണ്ട് നടന്നു. എന്തുകൊണ്ട്? പുണ്യ റസൂലിന്റെ വീടല്ലേ. അതിനുശേഷം അമവി ഖലീഫമാരുടെ കാലഘട്ടത്തിലെല്ലാം ഈ ഇബ്നു യൂസുഫിന്റെ ഖബീല അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. യാതൊരു കുഴപ്പമില്ലാതെ വളരെ ഭംഗിയായി ആ വീട് സംരക്ഷിച്ചു വന്നു. അമവി കാലഘട്ടം കഴിഞ്ഞു, അബ്ബാസി കാലഘട്ടം വന്നു. അബ്ബാസി കാലഘട്ടത്തിൽ ഹാറൂൻ റഷീദിന്റെ ഉമ്മയായ അൽ ഖസീറാൻ എന്ന മഹദി ഉണ്ടായിരുന്നു. ഖസീറാൻ ഹജ്ജിന് വന്നപ്പോൾ കുറച്ച് പൈസ കൊണ്ടാണ് വന്നത്. ഖസീറാൻ എന്ന ഒരു മഹദി ഉണ്ട്. അവര് വലിയ ധനാഢ്യ. എന്തുകൊണ്ട്? ഒന്ന് ഹാറൂൻ റഷീദിന്റെ ഉമ്മയല്ലേ, പൈസ ഉണ്ടാവുമല്ലോ, ഒരാഴ്ചയല്ല. ഹാറൂൻ റഷീദിന്റെയും മൂസൽ ഹാദിയുടെയും ഉമ്മയാണ് ആര്? അൽ ഖസീറാൻ. ഒരു ഉമ്മാന്റെ പേരാ അൽ ഖസീറാൻ. അവരെന്ത് ചെയ്ത്? അവര് ഹജ്ജിന് വന്നപ്പോൾ ഈ അബ്ബാസി ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ
അവര് പണവും കൊണ്ട് വന്ന് ആ പണം കൊണ്ട് ഈ വീട് വിലക്ക് വാങ്ങി. വേറെയും ചിലത് വാങ്ങിയിട്ടുണ്ട്, പിന്നീട് സൗകര്യപ്പെടുമ്പോൾ പറയാം. ഈ വീട് വിലക്ക് വാങ്ങി. ഈ വീട് വിലക്ക് വാങ്ങി മുഹമ്മദ് ബിൻ യൂസുഫിന്റെ കുടുംബത്തിന്റെ കയ്യിലായിരുന്നു. അന്ന് മക്കയിൽ ആ വീടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പോറലേൽപ്പിക്കാതെ അത് അവർ സംരക്ഷിച്ചു കൊണ്ടിടക്കിയിരുന്നു. അങ്ങനെ എന്ത് ചെയ്ത് അൽ ഖസീറാൻ അത് വില കൊടുത്ത് വാങ്ങി. എന്നിട്ടോ അതിന്റെ തൊട്ടടുത്തൊരു പള്ളിയും പണിതു. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹിന്റെ വീട്ടിന്റെ ഓരത്തൊരു പള്ളിയും, വീട് തൊട്ടടുത്തൊരു പള്ളിയും. അപ്പോൾ എന്തുണ്ടാവാ, ആ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരാം. ആ പള്ളിയിൽ നിന്ന് ബർക്കത്തെടുക്കാൻ വേണ്ടി ഈ മുറിയിലേക്ക് കയറാം. ഹബീബായ റസൂലുള്ളാഹി ഉറക്കപ്പറ പുണ്യ മുഹമ്മദ് മുസ്തഫ അവിടെ ഇരുന്ന് ഖുർആൻ ഓതാ, അവിടെ ഇരുന്ന് ദിക്ർ ചൊല്ലാ, അവിടെ ഇരുന്ന് ഹബീബിന്റെ മദീഹ് തനാകൾ പറയാം. ഈ മുറിയിലേക്ക് കയറാ, ബർക്കത്തെടുക്കാം. തൊട്ടടുത്ത് പള്ളിയിൽ നിന്ന് നേരെ ഒരു എൻട്രൻസ് ഈ വീട്ടിലേക്ക്. അതൊക്കെ ഖസീറാന്റെ പരിഷ്കരണ പ്രവർത്തനങ്ങൾ. ആ വീട്ടിലേക്ക്, വീട് നശിപ്പിച്ചില്ല, വീട്ടിലേക്ക് ചേർന്നൊരു പള്ളി ഉണ്ടാക്കി. ആ പള്ളിയിൽ വരാൻ ആളുകൾക്ക് നിസ്കരിക്കാം, ഈ വീട്ടിൽ കയറി ബർക്കത്തെടുക്കുകയും ചെയ്യും. എന്നെ സൗകര്യം ഏർപ്പെടുത്തി. സദാസമയവും ദിക്റുകൾ ആ വീട്ടിലുണ്ടായിരുന്നു. സദാസമയവും മൗലിദ് പാരായണം ചെയ്തിരുന്നു. സദാസമയങ്ങളും ഖുർആൻ ഓതി മറ്റ് അമലുകൾ ഭംഗിയായി നടന്നിരുന്നു. ഹിജ്റ 666 ജനിച്ച അൻ-നഖാശ് ഈ വീടിന്റെ മഹത്വം പറഞ്ഞ കൂട്ടത്തിൽ എല്ലാ തിങ്കളാഴ്ചയും ഇവിടെ പ്രത്യേകമായ ദുആ സദസ്സ് നടന്നിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അൻ-നഖാശ് ചരിത്രകാരൻ. എല്ലാ അതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കാണ്. അതൊക്കെ ഒന്നുണ്ടെങ്കിൽ നടന്നിട്ടെങ്കിൽ പോലും മക്കത്തേക്ക്. മക്കയിൽ അല്ലാഹുവിന്റെ കഅബാലയം ഉണ്ട്, ശരി തന്നെ, അത് ഏറ്റവും ആഗ്രഹിക്കപ്പെടുന്നതാണ്, ശരി തന്നെ. പക്ഷേ എന്റെ ചിറകുകൾ വെട്ടിക്കളഞ്ഞില്ലേ? ഇനി ചിറകുണ്ടായിരുന്നില്ലേ? ഇതൊക്കെ അല്ലേ എന്റെ ചിറക് വെട്ടിയില്ലേ? മക്കയെ ആഗ്രഹിച്ചു പോകേണ്ടാണല്ല, മക്കയുടെ ചിറകാണ്, കഅബാലയത്തിന്റെ ചിറകാണ് ഏത്? ആഥാറുൻ നബിയിൽ മുസ്തഫ. മക്കയെ മക്കയാക്കിയത് മുഹമ്മദ് മുസ്തഫ. അതല്ലാതെ പിന്നെന്താ? മക്കയാക്കിയത് മുഹമ്മദ് മുസ്തഫയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിജ്റ 266 നഖാശത്ത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും പ്രത്യേകമായ ദുആ സദസ്സ്. പ്രത്യേകം കാലത്തൊക്കെ ആലിമീങ്ങളല്ലേ, അവരൊക്കെ ദുആ സദസ്സ്, അതൊക്കെ എന്തൊരു ഭംഗിയായിരിക്കും, എന്തോ ഒരു രസമായിരിക്കും, എന്തോ ഒരു ആത്മനിർവൃത്തിയായിരിക്കും. ഇപ്പോൾ തന്നെ ഒരു ബുർദയുടെയോ ഒരു മങ്കൂസിന്റെ ഒക്കെ സദസ്സിൽ കൂടിയാൽ അതിൻ്റെ ഒരു ഭംഗി എത്രയാണ്. ഒരു മങ്കൂസിന്റെ ഒക്കെ മജ്‌ലിസ് അങ്ങോട്ട് കൂടിയാൽ അല്ലാഹ് ഇതിന്റെ സന്തോഷം എത്രയാണ്. ഹിജ്റ 540 ജനിച്ച ഇബ്നു ജുബൈർ, ഈ ഇബ്നു ജുബൈർ ഈ വീട്ടിനെ പറ്റി രേഖപ്പെടുത്തിയത് കാണാം. 540 ഇബ്നു ജുബൈറിന്റെ രേഖ. ഇബ്നു ജുബൈറിന്റെ അരിഹലയാണ് എൻ്റെ കയ്യിലുള്ളത്. എന്താണ് ഇബ്നു ജുബൈർ പറയുന്നത് എന്ന് നോക്കാം. ഹബീബായ പുണ്യ മുഹമ്മദ് മുസ്തഫ ഇബ്നു ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി رحلة الكاتب الأديب البارع اللبيب أبي الحسين محمد بن أحمد بن جبير الكناني الإندلسي البلنسي. ഹിജ്റ 540 ഇബ്നു ജുബൈർ ജനിച്ചിട്ടുള്ളത്. അവരുടെ രഹിലയിൽ അവരുടെ യാത്രാ ഗ്രന്ഥമാണ്, യാത്രാ വിവരണമാണ് ഈ ഗ്രന്ഥം. അവിടെ ഇബ്നു ജുബൈർ എന്താ പറയുന്നത് എന്ന് നോക്കാം. വമിൻ മശാഹിദിഹൽ കരീമ, മക്കയിൽ കാണാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് മൗലിദുൻ നബിയിൽ മുസ്തഫ, പുണ്യ നബി ജനിച്ച സ്ഥലം. വതുർബത്തു ത്വാഹിറ, പരിശുദ്ധമായ മണ്ണ്. അല്ലതീ ഹിയ അവ്വലു തുർബത്തിൻ മസ്സത്ത് ജിസ്മഹു ത്വാഹിർ, ആ പരിശുദ്ധമായ പുണ്യനെ മേലി തൊട്ടിട്ടുള്ള, ആദ്യം തൊട്ടിട്ടുള്ള മണ്ണ്. അത് മക്കയിൽ കാണാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം പുണ്യ മുഹമ്മദ് മുസ്തഫയുടെ. ഉറക്കപ്പറ മുഹമ്മദ് മുസ്തഫ. വത്തുർബത്തു ത്വാഹിറ അല്ലതീ ഹിയ അവ്വലു തുർബത്തിൻ മസ്സത്ത് ജിസ്മഹു ത്വാഹിർ ബുനിയ അലൈഹി മസ്ജിദുൻ, അതിന്റെ അടുത്തൊരു പള്ളിയും ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. അതായത് വീടിന്റെ ഒരത്ത് പറഞ്ഞല്ലോ. പിന്നീട് അൽ ഖസീറാൻ വന്നിട്ട് എന്ത് ചെയ്തു? ഒരു പള്ളി ഉണ്ടാക്കി. നല്ല ചുരുക്കുള്ള സ്ഥലം. ലം അറ അഹ്ഫല ബിനാ മിൻഹു, അതിനേക്കാൾ നല്ല ചുരുക്കുള്ള ഒരു വീടില്ല. അത്ര മനോഹരമായ പള്ളി. ആ പള്ളിയുടെ ഏകദേശ ഭാഗം മുഴുവനും സ്വർണം കെട്ടിയിരുന്നു, സ്വർണം പൂശിയിരുന്നു. ആ പള്ളിയിലെ ഏകദേശ ഭാഗങ്ങളെല്ലാം വർണ്ണം പൂശിയിരുന്നു.
സാഅത്തൽ വിലാദത്ത് സഈദത്തുൽ മുബാറക അല്ലതി ജഅലഹ അല്ലാഹു റഹ്മത്തൻ ലിൽ ആലമീൻ വറഹ്മത്തൻ ലിൽ ഉമ്മത്തി അജ്മഈൻ വൽ മൗളിഉൽ മുഖദ്ദസ് ആ പരിശുദ്ധമായ സ്ഥലം അല്ലദീ സഖത ഫീഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി പ്രസവിച്ചു വീണ ആ സ്ഥലം സഖത സല്ല നബി വിലാദത്ത് സഈദത്തുൽ മുബാറക ആ ബറക്കത്താക്കപ്പെട്ട ആ ഉന്നതമായ ആ വിജയകരമായ ആ സ്ഥലം التي جعلها الله رحمة للأمة أجمعين ഉമ്മത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ അനുഗ്രഹമാക്കി വെച്ച ആ പ്രസവത്തിൽ ഹബീബ റസൂലുള്ളാഹി ജനിച്ചു വീണ സ്ഥലം മഹ്ഫൂഫുൻ ബിൽ ഫില്ല വെള്ളി കെട്ടിയിട്ട് അടയാളപ്പെടുത്തിയിരുന്നു വെള്ളി പള്ളിയുടെ പരേരിയയിലും സ്വർണം പൂശിയിരുന്നു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വീണ ആ സ്ഥലത്തെ വെള്ളി കൊണ്ട് അടയാളപ്പെടുത്തിയിരുന്നു വെള്ളിയുടെ ഒരു പാളി അവിടെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരുന്നു വെള്ളിയുടെ ഒരു പള്ളി മസ്ഖത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു വീണ സ്ഥലം എന്നവിടെ അടയാളപ്പെടുത്തി ഇബ്നു ജുബൈർ പറയാ 540 ഏകദേശം നമ്മുടെ 900 കൊല്ലം മുമ്പ് മണ്ണിന്റെ മഹത്വം എത്ര വലുതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ പരിശുദ്ധമായ ഈ പുണ്യപ്പുമേനി പ്രസവിച്ചു വീണ ആ സ്ഥലം സൃഷ്ടിജാലങ്ങളുടെ ഏറ്റവും ഉത്തമനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വീണ സ്ഥലം അതിന്റെ ഒരു മഹത്വം എത്രയാണ് അവിടെ വെള്ളി കെട്ടി അടയാളപ്പെടുത്തി എല്ലാവിധ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു യുഫ്തഹു ഹാദൽ മൗദിഉൽ മുബാറക് അതിങ്ങനെ തുറക്കപ്പെടും ഫയദ്ഖുലുഹു നാസു കാഫതൻ മുതബർരികീന ഫിഹി ആളുകൾ അത് തുറന്നു കൊടുക്കും അതിലിങ്ങനെ ആളുകൾ കീറി ബർക്കത്ത് പ്രത്യേകിച്ച് ഫീ ശഹ്രി റബീഉൽ അവ്വൽ ദിവസങ്ങളിൽ തിങ്കളാഴ്ച ദിവസം പ്രത്യേകമായ ദുആ മജ്ലിസ് ആ പള്ളിയിൽ ആ പള്ളിയിൽ നടക്കും അതിൽ പങ്കെടുത്തവരുടെ ഭാഗ്യം എത്രയാണ് അവരുടെ ഭാഗ്യം അല്ലാഹ് ആഗ്രഹിച്ച കൂലിയെങ്കിലും അല്ലാഹു നമുക്ക് തരട്ടെ ഉറക്കെ പറ അല്ലാഹു ആഗ്രഹിച്ച കൂലിയെങ്കിലും നമുക്ക് തരട്ടെ ഇത് ഇബ്നു ബത്തൂത്തയുടെ അർരിഹ്ലയാണ് എന്താ ഇബ്നു ബത്തൂത്ത പറയുന്നത് ഇബ്നു ബത്തൂത്തയും പറയുന്നുണ്ട് ഹബീബായ നബി സല്ലല്ലാഹു പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിച്ച ആ സ്ഥലം അതും അതേപോലെ തന്നെ അത് പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ ദിവസം അത് വല്ലാത്ത ആഘോഷമായിരുന്നു റബീഉൽ അവ്വൽ അവിടെ പ്രത്യേകമായ ആഘോഷമുണ്ടായിരുന്നു തിങ്കളാഴ്ച പ്രത്യേകമായ ആഘോഷമുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട കഅബാലയത്തിന്റെ വാതിൽ വരെ അന്ന് തുറക്കും കഅബാലയത്തിന്റെ വാതിൽ എല്ലാ വെള്ളിയാഴ്ചയും നിസ്കാരം കഴിഞ്ഞാൽ തുറക്കും ആളുകൾക്ക് കയറി ചെല്ലാനുള്ള അവസരം ഉണ്ടാവും രാജാവിന് മാത്രമല്ല ആർക്കും കയറാനുള്ള അവസരം ഉണ്ടാവും അല്ലാഹു ആ വഴിയൊക്കെ ഇനി നമുക്ക് തുറന്നു തരട്ടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് തുറക്കും അതേപോലെ തന്നെ കഅബ തുറക്കും ഇതെല്ലാം പ്രധാനപ്പെട്ട ആഘോഷങ്ങളായി തന്നെ പരിഗണിച്ചിരുന്നു ഇബ്നുൽ ജൗസിയുടെ മുസീറുൽ അസ്മി സാക്കിൻ ഇലാ അഷ്റഫിൽ അമാകിൻ എന്ന ഗ്രന്ഥമാണിത് അദ്ദേഹവും ഇത് പറയുന്നുണ്ട് ഞാൻ സന്ദർഭത്തിൽ വേണ്ടി അങ്ങനെ അൽ മക്കാനുൽ ബൈത്തുൽ ലദീ ഫുലിദ ഫീഹി നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وكان عند عقيل بن ابي طالب فاخذوه هنا هاجر رسول الله صلى الله عليه وسلم فلم يزل بيده ويد ولده حتى باعوه من محمد بن يوسف فآخر الحجاج بن يوسف فدخلوا في داره التي يقال لها البيضاء وتعرف اليوم بابن يوسف فلم يزل ذلك البيت في الدار അങ്ങനെ ആ വീട് നിലനിർത്തിക്കൊണ്ടുവന്നു ആ വീടിനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് തന്റെ മുസീറുൽ അസ്മി സാക്കിൻ ഇലാ അഷ്റഫിൽ അമാകിൻ എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായി ബഹുമാനപ്പെട്ട ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അബുൽ ഫർജ് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വളരെ ഭംഗിയുള്ള ഇബാദത്തുകൾ അവർ നടത്തിയിരുന്നു ബഹുമാനപ്പെട്ട ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെ ഫുയൂലുൽ ഹറമൈൻ എന്നൊരു കിതാബുണ്ട് അതും കൂടി പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് പോകും ബഹുമാനപ്പെട്ട ഒരു രംഗം പറയുന്നുണ്ട്
وكنت قبل ذلك بمكة المعظمة في مولد النبي صلى الله عليه وسلم في يوم ولادته. ഷാ വലിയുല്ലാഹി ദഹ്ലവി പറയുന്നു, ഒരിക്കൽ റബീഉൽ അവ്വലിൽ നബി ജനിച്ച ദിവസം ഞാൻ മക്കത്തുണ്ടായിരുന്നു. നോക്ക്, അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആ പഴയ നന്മയിലേക്ക് തിരിച്ചുപോയി അത് അനുഭവിക്കാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. ഞാനൊരു ദിവസം റബീഉൽ അവ്വൽ 12 ഞാൻ മക്കത്തുണ്ടായിരുന്നു. ആര് പറയാ, നൂറ്റാണ്ടുകൾ അനവധികൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഷാ വലിയുല്ലാഹി ദഹ്ലവി പറയാ, ആളുകൾ റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുകയായിരുന്നു എല്ലാവരും. തങ്ങൾ ജനിച്ചപ്പോഴുണ്ടായ മഹാത്ഭുതങ്ങളെല്ലാം അവർ വിവരിക്കാറുണ്ടായിരുന്നു. പെട്ടെന്ന് ആകാശത്തിലേക്ക് നിന്ന് ഭൂമിയിലേക്ക് ഒരു വെളിച്ചം ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. لا أقول إني أدركتها ببصر الجسد ولا أقول أدركتها ببصر الروح. ഞാൻ ഈ കണ്ണ് കണ്ട് കണ്ടതോ അതല്ല ഈ കണ്ണുകൊണ്ട് കണ്ടതോ എന്ന് പറയാൻ കഴിയുകയില്ല. റസൂലുള്ളാഹി ജനിച്ച രാത്രി മക്ക മുഴുവനും വല്ലാത്ത ആഘോഷം. റസൂലുള്ളാഹിന്റെ വീട്ടില്, കഅബാലയത്തിന്റെ പരിസരത്ത് എല്ലായിടത്തും ഒരുപാട് മഹത്തുക്കൾ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് മഹാന്മാർ. ഇബ്നു സാഹിറയുടെ അൽ മൗലിദ് ശരീഫുൽ മുഅല്ലം എന്ന ഗ്രന്ഥത്തിൽ മക്കയിലെ 4 മദ്ഹബിന്റെ ഖാദിമാരെ മഗ്രിബോട് കൂടെ ഈ വീട്ടിൽ ചെല്ലും. ഈ വീട്ടിൽ ചെല്ലും, വീട് തുറക്കും. റസൂൽ ജനിച്ച വീട് റബീഉൽ അവ്വൽ 12 4 ഖാദിമാർ. എന്നിട്ടോ ദിക്ർ ചൊല്ലും, തഹ്ലീൽ ചൊല്ലും. ആ വീട് മുതൽ കഅബാലയത്തിന്റെ മത്താഫ് വരെ ആൾ നിറയും. തഹ്ലീലിലാകും ജനങ്ങൾ, തസ്ബീഹിലാവും, സ്വലാത്തിലാവും. ഈ വീട് മനോഹരമായ വിളക്കുകൾ കൊണ്ട് അലങ്കരിക്കും. എല്ലാം വളരെ ഭംഗിയായിട്ടായിരിക്കും. എന്നിട്ട് ഇശ വരെ അവിടെ ഇബാദത്തും ദുആയും നടക്കും. ഇശായുടെ നേരത്തെ അവർ ദിക്ർ ചൊല്ലി നേരെ മക്ക കഅബയിലേക്ക് തിരിച്ചു വരും. മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ വന്നിരിക്കും. എന്നിട്ട് ദുആ ചെയ്യും. 4 ഖാദിമാരും ആ വീട്ടിൽ നിന്ന് ദുആ ചെയ്യും, ഇവിടുന്ന് ദുആ ചെയ്യും. ഈശ വരെ കൂട്ടു പ്രാർത്ഥനയാണ്. ഈശ കഴിഞ്ഞാൽ പിന്നെ ഈശ കഴിഞ്ഞവരെ ആ വീട്ടിലാണ് റസൂലുള്ളാഹി ജനിച്ച വീട്ടിൽ കൂട്ടു പ്രാർത്ഥനയാണ്. പിന്നെ ഈശ കഴിഞ്ഞാൽ നേരെ മഖാം ഇബ്രാഹിം, ഹബീബായ റസൂലുള്ളാഹിയുടെ വല്ലിപ്പയായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരിശുദ്ധ മഖാമിൽ അതിന്റെ പരിസരത്ത് വെച്ച് ദുആ ചെയ്യും, പൂർത്തീകരിക്കും. അന്ന് മക്കയിൽ വിൽപ്പന വാങ്ങൽ നടക്കുകയില്ല. അന്നൊരു കച്ചവടക്കാരനും പീടിക തുറക്കുകയില്ല. അന്ന് അങ്ങാടി വിൽക്കരി വാങ്ങലൊന്നും ഉണ്ടാവില്ല. ആളുകളൊക്കെ നേരത്തെ സാധനം വാങ്ങി വെക്കും. എന്തുകൊണ്ട്? ആ രാത്രി ഹബീബായ റസൂലുള്ളാഹിന്റെ രാത്രിയാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ കഅബയുടെ വാതിൽ അന്ന് തുറക്കും. അന്ന് മനോഹരമായ അവസ്ഥകളുണ്ടാവും. അതിൽപ്പെട്ട ഒരു സംഭവമാണ് ബഹുമാനപ്പെട്ട മഹാനായ ഷാ വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അതിൽപ്പെട്ട ഒരു രാത്രി ഞാനും പങ്കെടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു രാത്രിയിൽ ഞാൻ അദ്ദേഹം പറയുന്നുണ്ട്, അത് പിന്നീട് എനിക്ക് മനസ്സിലായി. ആകാശത്തുനിന്ന് വലിയ വെളിച്ചം വരുന്നതായി ഞാൻ കണ്ടു. എന്താണെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല. പിന്നീട് ഞാൻ അതേക്കുറിച്ച് ദീർഘമായി ആലോചിച്ചപ്പോൾ പിടുത്തം കിട്ടി. എന്ത്? വെളിച്ചത്തിലങ്ങളെ പറ്റി ഞാൻ പിന്നെ ആലോചിച്ചു. വീട് അലങ്കരിച്ച്, മത്താഫ് അലങ്കരിച്ച്, മക്കയിൽ വലിയ ആഘോഷമായ ആ രാത്രി അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങിയതാണ്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്ന് മഹാനായ ഷാ വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് സ്ഥലങ്ങളിൽ വീണ്ടും ഈ സംഭവങ്ങളെല്ലാം രേഖപ്പെടുത്തിയതായി കാണാം. ഒരുപാട് സ്ഥലങ്ങളിൽ ഹബീബായ ഇഫാദത്തുൽ അനാം എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട പുണ്യ മുഹമ്മദ് മുസ്തഫ الموضع الذي يقال له مولد النبي صلى الله عليه وسلم وهو عند أهل مكة مشهور في الموضع المعروف. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ الموضع الذي جعل علامة للموضع الذي ولد فيه النبي صلى الله عليه وسلم ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിച്ച ആ സ്ഥലം പ്രത്യേകമായി, അത് വളരെ പ്രത്യേകമായി അടയാളപ്പെടുത്തുകയും അവിടുന്ന് ജനങ്ങൾ ബറക്കത്തെടുക്കുകയും ചെയ്തിരുന്നു. ഏതുവരെ?
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്ലിപ്പയായ അബ്ദുൽ മുത്തലിബ് എന്നവര് ബാപ്പാക്ക് കൊടുത്തിട്ട് ആടെ നിലനിർത്തിയിട്ടുണ്ട്. ഏത് കാലഘട്ടക്കാരും അതിനെ സംരക്ഷിച്ചു പോന്നിട്ടുണ്ട്. അതിന്റെ പരിസരത്ത് പള്ളിയുണ്ടാക്കി ഇബാദത്ത് കൊണ്ട് അത് ഭംഗി കൂട്ടിയിട്ടുണ്ട്. ഏത് വരെ? AD 1806 വരെ. AD 1806 ആദ്യത്തെ വഹാബി ആക്രമണം. പൊളിച്ച് തകർത്ത് തരിപ്പണം. അല്ലാഹുവിന്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ. അല്ല മനുഷ്യന്മാരെ, ചിന്തിക്കുക. ഒന്നാം സൗദി സ്റ്റേറ്റിന്റെ കാലത്ത് ആരാണ് പൊളിക്കാൻ നേതൃത്വം നൽകിയത്? സൗദ് ബിൻ അബ്ദുൽ അസീസ് ബിൻ മുഹമ്മദ് ബിൻ സൗദ്. അതായത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ നേരെ ശിഷ്യൻ സൗദ്. അബ്ദുൽ അസീസിന്റെ ബാപ്പയും ശിഷ്യനാണ്, മകനും ശിഷ്യനാണ്. ആരുടെ? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ നേരെ ശിഷ്യൻ സൗദാണ്. റസൂലുള്ളാഹിനെ വിളിച്ച് പുണ്യ മുഹമ്മദ് മുസ്തഫ. ഇവരെ പൂജിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? വളരെ ചിന്തിക്കണം. മുസ്ലിങ്ങൾ മാത്രമല്ല ഇതിൽ വേദനിച്ചിട്ടുള്ളത്. ആർക്കിയോളജിക്കൽ ശാസ്ത്രജ്ഞന്മാര്, പൗരാണിക അടയാളങ്ങളെ പറ്റി പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാര്, ചിന്തകന്മാര്, അവരെല്ലാം വളരെ വേദനിച്ച പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇത് ലോകത്തെ ഏറ്റവും ക്രൂര സംഭവമാണ് എന്ന് പറഞ്ഞവരിൽ അനവധി ക്രിസ്ത്യാനികളുണ്ട്. പുസ്തകം എഴുതിയിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ക്രൂര സംഭവമാണിത്. 1806 ഇത് തകർത്ത് തരിപ്പണമാക്കി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ നേരെ ശിഷ്യൻ സൗദ് ബിൻ അബ്ദുൽ അസീസ്. ബാപ്പയും ശിഷ്യൻ, മകനും ശിഷ്യൻ. ചിന്തിക്ക്. ബാപ്പ മരുമകനുമാണ്. അബ്ദുൽ അസീസ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ മരുമകനുമാണ്, ശിഷ്യനുമാണ്. സൗദോ ശിഷ്യൻ, നേരെ ശിഷ്യൻ. ചിന്തിക്കണം. ഇത് തകർത്ത് തരിപ്പണമാക്കി 1806 ഒന്നാമത്തെ ആക്രമണ കാലത്ത് ഈ വീട് തകർത്ത് തരിപ്പണം. എന്തും. എന്നാൽ നിങ്ങൾ ആ കാലത്തിനിടയിൽ എന്തൊക്കെ സംഭവിച്ചു പോയി? AD 7-ാം നൂറ്റാണ്ട് മുതൽ AD 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ 1200 കൊല്ലം അതിന് യാതൊരു കേടുപാടുമില്ല. ഒരു കേടുപാടുമില്ല. ഒന്നുമില്ല. ചിന്തിക്ക്. വളരെ ചിന്തിക്കണം. 1806 അത് തകർത്ത് തരിപ്പണമാക്കി. 1806 പുണ്യ മുഹമ്മദ് മുസ്തഫ. വഹാബികൾ വന്നില്ലായിരുന്നുവെങ്കിൽ അത് തകർക്കില്ല. ഒരു സംഭവം ഞാൻ പറയും. കിസ്ര പ്രവേശിന്റെ കൊട്ടാരം ഒന്ന് കാണിക്കുക. പുണ്യ മുഹമ്മദ് മുസ്തഫ AD 571 ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ശ്രദ്ധിക്ക്. AD 571 ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്ന സമയത്ത് കിസ്റയുടെ കൊട്ടാരം പൊട്ടിയിട്ടുണ്ട്. അതിന് വിള്ളൽ വീണിട്ടുണ്ട്. ആ കൊട്ടാരാണ് ആ കാണുന്നത്. ആ വിള്ളലെന്ന് കാണിക്കുക. കണ്ടില്ല? AD 570 ഇറാഖിൽ അതിന്നും അങ്ങനെ തന്നെ ഉണ്ട്. എന്തുകൊണ്ട്? അവിടെ വഹാബികൾ പോയില്ല. അവിടെ വഹാബികൾക്ക് അധികാരം ഉണ്ടായില്ല. ഇങ്ങോട്ട് നോക്ക്. അതെന്താ രസമുണ്ട്. അത് മണ്ണ, തനി പച്ച കളിമണ്ണ്. ഞാൻ ആ കൊട്ടാരത്തിൽ പോയിട്ടുണ്ട്. ഏകദേശം ബഗ്ദാദിൽ നിന്ന് ഒരു 90 കിലോമീറ്റർ പോയാൽ സൽമാൻ പാക്ക് എന്നൊരു പ്രദേശമുണ്ട്. അവിടെയാണ് ബഹുമാനപ്പെട്ട സയ്യിദന സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അവിടെയായിരുന്നു താമസിച്ചിരുന്നത്. എന്ന കാരണത്താൽ ആ പ്രദേശത്തിന് സൽമാൻ പാക്ക് എന്ന പേരിൽ അറിയപ്പെട്ടു. മനസ്സിലാവണില്ലേ പറഞ്ഞത്? അവിടെയാണ് ബഹുമാനപ്പെട്ട സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹുവിന്റെ മഖബറയും അവിടെ തന്നെയാണ്. അതിന്റെ നേരെ ബാക്കിൽ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹുവിന്റെ മഖബറയിൽ നിന്ന് 4 അടിയാണ് നടക്കാനുള്ളൂ ഈ കൊട്ടാരത്തിലേക്ക്. ഞാൻ ഈ കൊട്ടാരത്തിൽ പോയിട്ടുണ്ട്. കണ്ടില്ലേ? AD 571 ഏതാ വർഷം? AD 2022 AD 571 ആ കൊട്ടാരത്തിന് വന്ന പൊട്ടി ഇപ്പോഴും അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. എന്തേ? പുണ്യ മുഹമ്മദ് മുസ്തഫ കിസ്റയുടെ കൊട്ടാരം പൊട്ടി പിളർന്നു എന്ന് ചരിത്രത്തിലുണ്ടല്ലോ. അതങ്ങനെ തന്നെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. എന്തിന്?
അത്ഭുതകരമായ അത്ഭുതം കേട്ടോളൂ. ആ കൊട്ടാരത്തിന്റെ താഴെ ഭാഗത്ത് മണ്ണല്ലേ, മണ്ണിന്റെ കൊട്ടാരം. താഴെ ഭാഗത്ത് മഴവെള്ളം വന്നിട്ട് പിൽക്കാലത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇറാഖിലെ ഭരണാധികാരികൾ അതിൻ്റെ അടിഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തിട്ട് ഈ മണ്ണിനെ സംരക്ഷിച്ചിട്ടുണ്ട്. മണ്ണിലൊന്നും ചെയ്തിട്ടില്ല, അടിഭാഗത്ത് കോൺക്രീറ്റ് ഇട്ടു. അതൊന്ന് കാണിക്ക്. അവിടെ ഒരു കാവൽക്കാരനുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു കാവൽക്കാരനുണ്ട്. എന്താ കാവൽക്കാരൻ്റെ പണി? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സമയത്തുള്ള ആ കൊട്ടാരത്തിൻ്റെ സംരക്ഷണം മാറി മാറി ഏറ്റവും ദരിദ്രമായ കാലത്തും ഇറാഖ് അത് സംരക്ഷിച്ചു പോലുണ്ട്. അതിൻ്റെ അടിഭാഗത്ത് കാണാം, ഒരു അടിഭാഗത്ത് ചെറിയ ഒരു ആഷ് കളറിൽ കാണുന്നുണ്ട്. അതിൻ്റെ അടിഭാഗത്ത് കണ്ടില്ലേ, ആഷ് കളറിലുണ്ട് അടിഭാഗത്ത്. അത് പിൽക്കാലത്ത് ഈ മണ്ണിന്റെ കൊട്ടാരം വീണു പോകുമ്പോൾ വെള്ളം വന്നിട്ട് അത് തകർന്നു പോകുമ്പോൾ എന്ന് കണ്ടിട്ട് അടിഭാഗത്തെ കോൺക്രീറ്റ് ചെയ്ത് നിലനിർത്തിയത്. 771 ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോഴുണ്ടായ ആ വീട് ഇന്നും, ആ കൊട്ടാരം ഇന്നും നിലനിന്നിട്ടുണ്ട്. അതേ വീട് 1806 വരെ നിലനിന്നു. ആദ്യം പൊളിച്ചു തകർത്തതാരാ? തകർത്തത് സഊദാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ശിഷ്യനായ സഊദാണ്. അള്ളാന്റെ കോടതിയിൽ എന്ത് പറയും? എന്തേ നിങ്ങളൊക്കെ പോലത്തെ നിങ്ങൾ മാത്രമേ ഉള്ളൂ ലോകത്തെ ആലിമീങ്ങൾ? എടാ, 1300 കൊല്ലത്തിനുള്ളിൽ ലോകം കണ്ട് എത്ര ആലിമീങ്ങൾ അവിടെ വന്നു? ഒരാൾ വിളിക്കാൻ പറഞ്ഞില്ലല്ലോ. ഇവരെക്കാൾ വലിയ ഞങ്ങള് സ്വഹാബത്തെ വിളിക്കാൻ പറഞ്ഞില്ലല്ലോ. എന്താണ് വിചാരിച്ച നിങ്ങള്? വഹാബിയുടെ ഒരു ഈമാന്റെ കണിക വഹാബിക്കില്ല. ഈമാന്റെ കണികല്ല. എന്തുകൊണ്ട് പൊളിച്ചു? ഇവിടെ നോക്ക്. എന്താ പൊളിക്കാൻ കാരണം എന്താ? പൊളിക്കാൻ കാരണം എന്താ? ബറക്കത്തെടുക്കൽ അവരുടെ വിശദീകരണ പ്രകാരം ശിർക്കാണ്. സ്വഹാബികൾ പൊളിച്ചില്ല. മനസ്സിലായില്ല? സ്വഹാബികൾ പൊളിച്ചില്ല. നിങ്ങൾ ചിന്തിക്ക്, സ്വഹാബികൾ പൊളിച്ചില്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് പിന്നെയും 8 പതിറ്റാണ്ട് 9 പതിറ്റാണ്ട് ലോകത്ത് സ്വഹാബികൾ ഉണ്ടായിട്ടുണ്ട്. ഒരു സ്വഹാബിയും അത് പൊളിക്കാൻ പറഞ്ഞില്ല. എല്ലാ സ്വഹാബിയും ബറക്കത്തെടുത്തു. എന്റെ സ്വഹാബിയുടെ ദീൻ ബറക്കത്തെടുക്കുന്ന ദീന, വഹാബിയുടെ ദീൻ ബറക്കത്തെടുക്കൽ ശിർക്കാണ് എന്ന ദീന. പൊളിച്ചതാണ്. ഇത് സ്വഹാബികൾക്ക് ശേഷം ഉണ്ടാക്കിയതാണ്. ഈ തരക്കടില്ല. സ്വഹാബികൾ ശ്രദ്ധിക്കണം. കണ്ടില്ലേ, മക്ക ടൗണിന്റെ നടുവിലാണ് ആ വീട്. മക്ക ടൗണിന്റെ നടുവിൽ ആ പള്ളിയോടനുബന്ധിച്ച് ആ പള്ളി ഒന്ന് തെളിച്ച് കാണിക്ക്. ഖസീറാണ് അതിന്റെ പരിസരത്ത് തൊട്ടൊരു പള്ളി. അതന്നെ ഒരു കുബ്ബയും ഒരു പള്ളിയും ആ വീടിന്റെ നേരെ ഓരത്ത് അല്ലേ? അതല്ലേ ഖസീറാന്റെ പള്ളി? ഒരു താഴ്ചയിൽ ഇങ്ങനെ ഇറങ്ങണമെന്ന് പല കിതാബുകളിലുമുണ്ട്. സ്വഹാബികൾ ഇത് പൊളിച്ചില്ല. താബിഈങ്ങൾ പൊളിച്ചില്ല. താബിഈങ്ങൾ പൊളിച്ചില്ല. ഉത്തമ നൂറ്റാണ്ടുകാര് പൊളിച്ചില്ല. പിന്നെയുള്ള വലിയ കുബാരികളായ ആലിമീങ്ങൾ പൊളിച്ചില്ല. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ശപിക്കപ്പെട്ട ശിഷ്യൻ കേറിയ അന്ന് വിളിച്ചു. സഊദ് കേറിയ അന്ന് വിളിച്ചു. എന്റെ വീക്ഷണപ്രകാരം ബറക്കത്തെടുക്കൽ ശിർക്കാണ്. സ്വഹാബികളുടെ വീക്ഷണപ്രകാരം ബറക്കത്തെടുക്കൽ ഈമാനാണ്. നിങ്ങൾക്ക് മാപ്പ് നൽകിയിട്ട് ഞങ്ങൾക്ക് വേറെ വല്ല പണിക്ക് പോകണ പോലെ നിങ്ങൾക്ക് മാപ്പ് തരുന്നേക്കാൾ നല്ലത് ഞങ്ങൾക്ക് വേറെ വല്ല പണിക്ക് പോകാം. ഒരു മുഅ്മിനായ മനുഷ്യന് മാപ്പ് തരാൻ കഴിയില്ല. നിങ്ങൾക്ക് മാപ്പില്ല. നിങ്ങൾ അല്ലാഹുവിന്റെ കോടതിയിൽ പറയും നിങ്ങൾക്ക് മാപ്പില്ല, മാപ്പ് തരാൻ കഴിയില്ല. 1818 വഹാബികളെ പൂർണ്ണമായി മുഹമ്മദ് അലി പാഷയും തുർക്കി പട്ടാളവും പുറത്താക്കി. 1806 സഊദ് വന്ന് പൊളിച്ചു. 1818 വഹാബികളെ മക്കയിൽ നിന്ന് പുറത്താക്കി. ഒന്നാമത്തെ സ്റ്റേറ്റിനെ പുറത്താക്കിയത് മഹ്മൂദ് രണ്ടാമന്റെ കാലത്താണ്. അന്ന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അലി പാഷയാണ്. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. 1818 മുതൽ 1839 വരെയുള്ള വർഷങ്ങൾ പുനർനിർമ്മാണത്തിന്റെ വർഷമാണ്. അതായത് ഈ വീട് മാത്രമല്ല, എവിടെ റസൂലുള്ളാഹിന്റെ ആസാറുണ്ടോ അതെല്ലാം ഒരു പൊളിച്ച് നശിപ്പിച്ചിരുന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായില്ല, ശ്രദ്ധിക്കണം കേട്ടോ. 1806 സഊദ് കയറിയ റസൂലുള്ളാഹിന്റെ ആസാർ മുഴുവനും പൊളിച്ചു. കുബ്ബകൾ പൊളിച്ചു, ഒക്കെ പൊളിച്ചു. 1818 വരെ ഏകദേശം 12 കൊല്ലം അവർ വിളയാടി. കണ്ട് റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ടതെല്ലാം പൊളിച്ച്, സ്വഹാബത്തുമായി ബന്ധപ്പെട്ടതെല്ലാം പൊളിച്ച് 1818 അവരെ പുറത്താക്കി മഹ്മൂദ് രാജാവ് രണ്ടാമൻ. അപ്പോൾ നേതൃത്വം നൽകിയ ഈജിപ്തിലെ ഗവർണറായ മുഹമ്മദ് അലി പാഷയാണ് റഹിമഹുല്ലാഹ്.
ബഹുമാനപ്പെട്ടവർ പുറത്താക്കി. മുഹമ്മദ് രണ്ടാമൻ അതിനുവേണ്ടി തുർക്കിയിൽ നിന്ന് ആളെ പറഞ്ഞയച്ചു. 1818 മുതൽ 1837 വരെ, 1818 മുതൽ 1837 വരെ 19 വർഷം. 1818 മുതൽ 39 വരെ മൊത്തം പുനർനിർമ്മിച്ചു, എല്ലാം പുനർനിർമ്മിച്ചു. അതായത് ആ വീട് നിന്നിരുന്ന സ്ഥലത്ത് അതേപോലെ വീട് പുനർനിർമ്മിച്ചു. മനസ്സിലായില്ലേ പറഞ്ഞത്? ആ ഖസീറാന്റെ പള്ളി പുനർനിർമ്മിച്ചു, അതിന്റെ കുബ്ബ പുനർനിർമ്മിച്ചു. ബന്ധപ്പെട്ട എല്ലാം ഈ 17 കൊല്ലം കൊണ്ട് മഹ്മൂദ് രാജാവും അദ്ദേഹത്തിന്റെ അനുയായികളും പുനർനിർമ്മിച്ചു. മക്ക പഴയ കോലത്തിലാക്കി. അതിനുവേണ്ടി കൊടാനക്കോടി പണം ആ മനുഷ്യൻ ചെലവഴിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് മർഹമത്ത് നൽകട്ടെ. അള്ളാഹുവിന്റെ ഫിർദൗസിലെ അലയുടെ വാതിൽ അള്ളാഹു അദ്ദേഹത്തിന് അത് ചെയ്ത മഹാന്മാർക്കെല്ലാം അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. 1837 ആയപ്പോഴത്തിന് എല്ലാം പഴയ കോലത്തിലായി. പിന്നീട് അങ്ങനെ തന്നെ നിലനിന്നു. പഴയ പോലെ വറക്കത്തെടുക്കലുകള്, വീടുകളുടെ അതിന്റെ ആസാറുകളിൽ വറക്കത്തെടുക്കലുകള്, ദിക്റുകള്, ദുആ മജ്‌ലിസുകള് എല്ലാം ഭംഗിയാക്കി. ഏതുവരെ? 1926 അബ്ദുൽ അസീസ് വരുന്നത് വരെ, രണ്ടാം വഹാബി സ്റ്റേറ്റ് ഉണ്ടാവുന്നത് വരെ. 1910 റഹ്ലത്തുൽ ഹിജാസിയ എന്ന കിതാബാണ് ഈ കിതാബ്. 1910 എഴുതിയത്. ഈ കിതാബിൽ ആ വീട് പുനർനിർമ്മിച്ച കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ വീട് പുനർനിർമ്മിച്ച കാര്യം 1900 ആ വീട് പുനർനിർമ്മിച്ച കാര്യം പറഞ്ഞു. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ അമ്മ മൗലിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഖാദൻ ഖദർ തഫഅ തരീഖ അൻഹു നഹു മിത്രിൻ വനിസ് വയൻസില ഇലൈഹി ബിവാസ്തത്തി ദർജാത്തി മിനൽ ഹജർ തൂസിലു ലബാബിൻ യഫ്തഹു ഇല ശമാഅപ്പും ഈ വീടിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ വീട് പുനർനിർമ്മിച്ച കാര്യം, ഈ വീട് അങ്ങനെ തന്നെ പുനർനിർമ്മിച്ചത്, ഈ വീടിനെ പുനർനിർമ്മിച്ച കാര്യം റഹ്ലത്തുൽ ഹിജാസിയ മുഹമ്മദ് ലബീബുൽ ബത്തനൂനി AD 1900 ഈ കിതാബ് എഴുതുന്നത്. മുഹമ്മദ് അത് പുനർനിർമ്മിച്ചിട്ടുണ്ട്. ആ വീട് പുനർനിർമ്മിച്ചു എന്ന് പറയുന്നുണ്ട്. മുഹമ്മദ് അലി പാഷ സാഹിബ് മിസ്റിന്റെ ആളായിരുന്ന ബി അംരി സുൽത്താൻ മഹ്മൂദ് രാജാവിന്റെ കൽപ്പന പ്രകാരം മുഹമ്മദ് അലി പാഷ വീണ്ടും റസൂലുള്ളാഹി ജനിച്ച വീട് പുനർനിർമ്മിച്ചിട്ടുണ്ട്. ഉമ്മിൻ അമറ ഫീഹി സുൽത്താൻ അബ്ദുൽ മജീദ് ഖാനെ ഇത് പുനർനിർമ്മിച്ചിട്ടുണ്ട്. എവിടെയാ ഇത് പുനർനിർമ്മിച്ച്? എപ്പോഴാണ് ഇത്? നജ്ദികളുടെ ആക്രമണത്തിന് ശേഷം, നജ്ദികളുടെ ആക്രമണം നടന്നതിന് ശേഷം ഇത് വീണ്ടും പുനർനിർമ്മിച്ചിട്ടുണ്ട് എന്ന് നജ്ദികളുടെ അക്രമത്തെ കുറിച്ചും നജ്ദികളുടെ ആക്രമണം കഴിഞ്ഞതിന് ശേഷം ഈ വീട് പുനർനിർമ്മിച്ച കാര്യം ഇഫാദത്തുൽ അനാം എന്ന ഈ ഗ്രന്ഥത്തിലും, ഒന്നാം സൗദി സ്റ്റേറ്റിന്റെ ശേഷം ഉണ്ടാക്കിയ ഗ്രന്ഥങ്ങളാണ്, അതിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിന്തിക്കണം. അതായത് അതേപോലെ ആ വീടുണ്ടാക്കി. AD 1837 ആയപ്പോഴത്തിന് എല്ലാ പുനർനിർമ്മാണവും കഴിഞ്ഞു. പിന്നെ അവിടെ എല്ലാം നടന്നു, ഭംഗിയായി. ഏതുവരെ? 1926 വരെ. 1926 വഹാബിയായ അബ്ദുൽ അസീസ് വന്നു, തകർത്ത് തരിപ്പണാക്കി. എന്നിട്ടത് അത് കാലിച്ചന്തയാക്കി. പുണ്യ റസൂലിന്റെ വീട് കാലിച്ചന്തയാക്കി വഹാബി. ചരിത്രം പഠിക്ക്. ആ 24 നൂറ്റാണ്ട് കാലിച്ചന്ത, മക്കയിലെ കാലിച്ചന്ത, മക്കയിൽ ആടും ഒട്ടകവും കാട്ടിച്ച് അവിടെ വിൽക്കുക. കാലിച്ചന്ത.